ഫസ്റ്റ് തൊട്ട് തന്നെ ഞാൻ ലോക്കായി. അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആളെ വിളിക്കാൻ പോയതാ. ശ്വാസം എടുക്കാൻ പറ്റുകൊണ്ട് കയറി വന്നു. ചെയ്ത് തിരിച്ചിട്ടുണ്ടേ. ഇത്രയല്ല, കഴുത്തിലും ചെവിയിലും ഒക്കെ മണ്ണ് കയറിയിട്ട് വെള്ളം അടിച്ചുപെടാൻ ഹോസ്പിറ്റലിൽ വന്ന് ക്ലീൻ ചെയ്ത് കണ്ണിൽ വരെ മുറിയായി മണ്ണിൽ കയറിയിട്ട്. പക്ഷെ കേട്ട് വാതിൽ തുറക്കലും വെള്ളം ചളി ഒന്നായിട്ട് അപ്പുറത്തെ വീടും തകർത്തിട്ടും വരുന്നത്. എന്താ പേരെന്താ? അബൂബക്കർ. എന്താ പേരെന്താ? അബൂബക്കർ. അബൂബക്കർ. എവിടെ സ്ഥലം എവിടെയാ? ചൂരൽമല ടൗണിൽ. ടൗണിൽ തന്നെയാണ്. ടൗണിൽ തന്നെയാണ്. എങ്ങനെയാണ് ഇവിടെ ഹോസ്പിറ്റൽ എന്താ പരിക്ക് ഉണ്ടോ? പരിക്ക് കാലുമലൊക്കെ മേലൊക്കെ ഒന്നായിട്ട് വരഞ്ഞു മുറിയായിട്ട് ഇതടക്ക മൊത്തം കരിഞ്ഞിരുന്നു. ദേഹം മൊത്തം വരഞ്ഞിരുന്നു. ചളിയിൽ മണലും കുടുങ്ങിയിട്ട് വലിച്ചിട്ടല്ലേ ദേഹം മൊത്തം ചെളിയായിരുന്നു. ഇത്രയല്ല, കഴുത്തിലും ചെവിയിലും ഒക്കെ മണ്ണ് കയറിയിട്ട് വെള്ളം അടിച്ചുപെടാൻ ഹോസ്പിറ്റലിൽ വന്ന് ക്ലീൻ ചെയ്ത് കണ്ണിൽ വരെ മുറിയായി മണ്ണിൽ കയറിയിട്ട്. ഇപ്പൊ സുഖമുണ്ട്. കണ്ണടക്ക വേറെ വാങ്ങി രക്ഷപ്പെട്ടത്. മക്കള് രണ്ടാൾ വന്ന് വലിച്ചു കയറ്റി. ഒരാൾ മുകളിലായിരുന്നു. അവനെ ഒറ്റ കൈയോട് ഒരു കൈ ഇതായിട്ട് കിടക്കണ. അവനും ചെറിയ മകനോടും ഭരിച്ചു. അപ്പോൾ എന്നെ ഉമ്മാനെ കാണാനില്ലാതെ എല്ലാവരും കരച്ചിലും പിടിക്കുന്നത്. അപ്പോൾ പിന്നെ പുറത്ത് ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി ഫസ്റ്റ് ഇവിടെ ഹോസ്പിറ്റലിൽ കൂടി നമ്മളാ. അത് അവിടെയുള്ള ഒരു സന്നദ്ധ സംഘടനയുടെ ആൾക്കാർ വടം കൊണ്ടുവന്ന് അവനെ വടത്തിൻ്റെ മുകളിൽ കൂടി എന്നെ എടുത്തു കൊണ്ടുപോയത്. പറ്റ പക്ഷേ 11 ആളുണ്ടായിരുന്നു. എല്ലാവരും ഒരാൾ മാത്രം, ഉമ്മ മാത്രം പോയി. ബാക്കി എല്ലാം രക്ഷപ്പെട്ടു. സംഭവം തന്നെ ഞമ്മക്കൊന്നും അറിയാം. ഞാൻ പറയാം, ഒച്ച കേട്ട് വാതിൽ തുറക്കലും വെള്ളം ചളി ഒന്നായിട്ട് അപ്പുറത്തെ വീടും തകർത്തിട്ടും വരുന്നത്. അപ്പം തൊട്ടടുത്തുള്ള വീട് മൊത്തം പോയി. അവിടെ 2 ആൾ മരിച്ചു. ഇപ്പുറത്തുള്ള 2 ആൾ മരിച്ചു. നമ്മളിൽ മാത്രം ഒരാൾ മരിച്ചു. ബാക്കി നമ്മൾ തൊട്ടപ്പുറത്തൊക്കെ 2 ആൾ മരിച്ചു. അവരുടെയൊക്കെ ജഡം കിട്ടി, നമ്മൾ അതും കിട്ടിയില്ല. അന്ന് 2 മണിയോടെ സംഭവം. ഫസ്റ്റ് തൊട്ട് തന്നെ ഞാൻ ലോക്കായി. അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി ആളെ വിളിക്കാൻ പോയതാ. അയാളുടെ അടുത്ത ബോട്ടിൽ പൊട്ടി. പിന്നെ എന്നെ ഒരു കുഴി കൊണ്ടുവന്നിട്ടു. പിന്നെ അവിടുന്ന് ശ്വാസം എടുക്കാൻ പറ്റുകൊണ്ട് കയറി വന്നു. പിന്നെ എന്നെ കിട്ടിയ സ്പോട്ടിലേക്ക് ഞാൻ എത്തിയായിരുന്നു. കഴിഞ്ഞ് ആ സ്പോട്ടിലേക്ക് എത്തിയായിരുന്നു. ഇപ്പം ബെറ്ററാ. ഇവിടെ വന്നതിനെക്കാട്ട് എത്ര ബെറ്റർ ആയിട്ടുണ്ട്. ആ ചെളിയിൽ മൊത്തമായിട്ട് താഴ്ന്നു പോകുന്നത്. കഴുത്തോളല്ല, മൊത്തത്തിൽ താഴ്ന്നു പോകുന്നത്. പിന്നെ കയറി ശ്വാസം എടുക്കാൻ പറ്റുകൊണ്ട് കയറി വന്നു. ചെയ്ത് തിരിച്ചിട്ടുണ്ടേ. പിന്നെ എപ്പോഴാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിലേക്ക് 3 മണിയോടെ 3 മണിയായി. അന്ന് തന്നെ പുലർച്ചെ ഈവനിങ് 3 മണിയോട് വൈകുന്നേരം 3 മണിയോടെ രക്ഷപ്പെടുന്നത് ആ ഒരു ഉച്ച സമയത്ത്. ഇപ്പം പ്രധാനമന്ത്രി സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അതേ ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു. ഇൻസിഡന്റ് വളർന്ന് തോളിത്തട്ട് ആശ്വസിപ്പിച്ചു. എല്ലാ സഹായം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വാഗ്ദാനങ്ങളാണെന്നില്ല, ഒപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. തോളിത്തട്ട് ആശ്വസിക്കും. പിണറായി മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. സംസാരിച്ചില്ല, കണ്ടിട്ടുണ്ടാകും. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി മാത്രമാണ് സംസാരിച്ചു. ഇപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി? ബെറ്ററാണ്. വേറെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നല്ല ബെറ്ററാണ്. ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ കണ്ടതാണ് അഖിലിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. അതായത് മുട്ടോളം മുഴുവനും ചെളിയിൽ മുങ്ങി ഒരു ശ്വാസം എടുക്കാൻ പോലും ആയിട്ടില്ല. പിന്നീട് ഒരു ചെറിയൊരു ശ്വാസത്തിൻ്റെ ഒരു കണിക ലഭിച്ചപ്പോഴാണ് അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. എന്തായാലും അഖിലിനെ എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റൽ വിടാനുള്ള ഒരു വിടാനാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വയനാട് മിംസ് അങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വയനാട് മൂപ്പൻസ് ഹോസ്പിറ്റലിൽ നിന്നും ഫൈസൽ അസീസ്, 1 ഇന്ത്യ മലയാളം.